ചാത്തമറ്റം ഇരട്ടക്കാലിയിൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട കൊച്ചുകുടി രാജന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ആഴത്തിലുള്ള മുറിവിനെ തുടർന്ന് രക്തം വാർന്ന് നഷ്ടപ്പെട്ടതാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ശനിയാഴ്ച രാത്രിയിലാണ് രാജനെ സഹോദരി ഭർത്താവായ സുകുമാരൻ കൊലപ്പെടുത്തിയത്. ചാത്തമറ്റം ഇരട്ടക്കാലിയിൽ രാജന്റെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. രാജന്റെ സഹോദരി ഭർത്താവ് തൊഴുത്തുങ്കൽ സുകുമാരനാണ് കൊലപാതകം നടത്തിയതെന്ന് വിവരം പുറത്തറിഞ്ഞ് വൈകാതെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് കൊലപാതകം നടന്നത്. രാത്രിയിൽ വീട്ടിലെത്തിയ സുകുമാരൻ ജനലിലൂടെ കൈയിട്ട് രാജനെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. മുറിക്കുള്ളിൽ വീണുകിടന്ന രാജന്റെ ശരീരത്തിലെ മുറിവിലൂടെ രക്തം വാർന്നൊഴുകിയിരുന്നു. ഇതാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന. ഞായറാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എത്തിയവരാണ് രാജൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ചാണ് അകത്ത് കടന്നത്. അവിടെ ഉള്ള നമ്മുടെ പ്രവർത്തകർ പറഞ്ഞിങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉൾപ്പെടെ ഇവിടെ പിന്നെ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തി ഞങ്ങൾ കണ്ട് ഡെഡ് ബോഡി കണ്ടു. അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. പോലീസ് എത്തി അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തി. അതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കൊലപാതകമാണെന്നും അതിനെ പ്രതിയെ അവരുടെ പിടിയിലായെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളതെന്നാണ്. രാജൻ ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു. ഒരു സഹോദരി രാജനൊപ്പമാണ് താമസിച്ചിരുന്നത്. സംഭവം നടക്കുമ്പോൾ സഹോദരിയും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പ്രതി സുകുമാരന്റെ ഭാര്യ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലായിരുന്നു സഹോദരി. രാജന്റെ സംസ്കാരം തിങ്കളാഴ്ച നടത്തി. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.